NCERT, SCERT ബേസ്ഡ് 110 ഫോറിൻ വേർഡ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഫോറിൻ വേർഡ് അല്ലെങ്കിൽ ഫോറിൻ ഫ്രേസ് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോറിൻ ഫ്രേസിന്റെ മീനിങ് പറഞ്ഞോടൊപ്പം തന്നെ അതിന്റെ ഒറിജിനും കൂടെ നമ്മൾ പറഞ്ഞു പോകും. കാരണം പരീക്ഷകളിൽ ഇപ്പൊ ചോദിക്കാറുണ്ട്, ഒരു ഫോറിൻ ഫ്രേസ് വന്നിട്ട് അതിന്റെ മീനിങ് തരും, എന്നിട്ട് ചോദിക്കും ഇത് ഏത് ഒറിജിൻ ആണ്. ഇവിടെ ലാറ്റിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ ഭാഷയിൽ നിന്നും ഒറിജിൻ ചെയ്തെന്ന രീതി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ പഠിച്ചായിരിക്കണം പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. അബ് ഇനിഷ്യോ നമുക്കറിയാവുന്നതാണ്. എന്താണ്? ഫ്രം ദ ബിഗിനിങ് എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ലാറ്റിൻ ആണ്. അപ്പൊ ലാറ്റിൻ ഭാഷയാണ് ഈ അബ് ഇനിഷ്യോ എന്ന് പറയുന്നത്. ലാറ്റിൻ ഫ്രേസ് ആണ്, ലാറ്റിൻ വേർഡ് ആണ് അബ് ഇനിഷ്യോ. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് എന്നാണ്. അതുപോലെ അബ് ഒറിജിൻ അതും ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ഫ്രം ദ ഒറിജിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആപ്പ് എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഫ്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാറ്റിൻ ആയിരിക്കും എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അബ് ഇനിഷ്യോ ലാറ്റിൻ ഫ്രം ദ ബിഗിനിങ്. അബ് ഒറിജിൻ ലാറ്റിൻ ഫ്രം ദ ഒറിജിൻ. അറ്റ് എൻഡം അതെന്താണ്? ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ആൻ അപ്പൻഡിക്സ് അല്ലെങ്കിൽ സംതിങ് ആഡഡ്, കൂട്ടിച്ചേർന്നത് ആണ് അറ്റ് എൻഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അഡ് ഹോക്ക് അതും ലാറ്റിൻ ആണ്. എന്താണ്? ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ആണ് അഡ് ഹോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അഡ് ഇൻഫിനിറ്റം അതും ലാറ്റിൻ ആണ്. എന്താണ്? ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഫോർ അവർ, എന്നേക്കുമായി, അനന്തമായി എന്നൊക്കെയാണ് അഡ് ഇൻഫിനിറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലാറ്റിൻ ആണ്. അടുത്ത അഡ് ഇന്ററിം അതും ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ടെമ്പററി, താൽക്കാലികമായി അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീയിങ്. അഡ് ലിബിറ്റം അത് ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? അറ്റ് പ്ലഷർ. ഓക്കെ, അറ്റ് പ്ലഷർ എന്നാണ് അർത്ഥം. ഇനി അഡ് നോസിയം എന്താണ്? ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ടു ദ പോയിന്റ് ഓഫ് ഡിസ്ഗസ്റ്റ്, നമുക്ക് വെറുപ്പുളവാക്കുന്നത്. അതാണ് അഡ് നോസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലാറ്റിൻ ആണ്. ടു ദ പോയിന്റ് ഓഫ് ഡിസ്ഗസ്റ്റ്. ഇനി അഡ് വലേറം അതും ലാറ്റിൻ ആണ്. എന്താണ്? അക്കോർഡിംഗ് ടു വാല്യൂ, എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടീസ് ആർ സോ ലെവീഡ്. അത് അക്കോർഡിംഗ് ടു വാല്യൂ, മൂല്യത്തിനനുസരിച്ച് എന്നാണ് അഡ് വലേറിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഫോർച്വറി അത് ഫ്രഞ്ച് ആണ്. എന്താണ്? വിത്ത് മോർ സ്റ്റിൽ സ്ട്രോങ് റീസൺ, ഒരു സ്ട്രോങ് റീസണോട് കൂടിയുള്ളത്. അതാണ് എ ഫോർച്വറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫ്രഞ്ച് ആണ്. അടുത്ത എ ഡി ക്യാമ്പ് എന്താണ്? എ സബോർഡിനേറ്റ് സ്റ്റാഫ് ഓഫീസർ പേഴ്സണലി അസിസ്റ്റിംഗ് എ കമാൻഡിംഗ് ഓഫീസർ. അത് ഫ്രഞ്ച് ആണ്. ഫ്രഞ്ച് ഒറിജിൻ ആണ്. ഇത് എ ഡി ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലാ കാർട്ടെ അത് ലാറ്റിൻ ആണ്. എന്താണ്? എ സെലക്ടഡ് മീൽ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ മെനു, സെലക്ട് ചെയ്യപ്പെട്ട മീൽ, ഭക്ഷണം അല്ലെങ്കിൽ മെനുവിനനുസരിച്ച് എന്നാണ് എ ലാ കാർട്ടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഏലിയാസ് നമുക്കറിയാം, ലാറ്റിൻ ആണ്. എന്താണ്? എ സെക്കൻഡ് നെയിം ബെസ്റ്റോർഡ് അപ്പോൺ ഹിംസെൽഫ് ബൈ എ പേഴ്സൺ, ഒരു വ്യക്തി തനിക്ക് തന്നെ രണ്ടാമതൊരു പേര് കൊടുക്കുന്നു. ആ പേരിനെ നമ്മൾ ഏലിയാസ് എന്ന് പറയും. അപ്പൊ ലാറ്റിൻ ആണ്. അടുത്ത് അലിബി അതും ലാറ്റിൻ ആണ്. അർത്ഥം എൽസ്വെയർ. അടുത്ത് അൽമ മാറ്റർ അത് ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ഫോസ്റ്ററിംഗ് മദർ യൂസ്ഡ് ബൈ സ്റ്റുഡൻസ് ഫോർ ദ സ്കൂൾ ഓർ യൂണിവേഴ്സിറ്റി, മാതൃവിദ്യാലയം. അതാണ് അൽമ മാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലാറ്റിൻ ആണ്. അടുത്ത് ആൻഡ് മെറീഡിയം ലാറ്റിൻ ആണ്. എന്താണ്? ബിഫോർ നൂൺ, ഉച്ചയ്ക്ക് മുൻപ് അല്ലെങ്കിൽ മോർണിംഗ്.
ആണ് ആൻഡ് മെറീഡിയം ഉണ്ട്. അതാണ് നമ്മൾ AM എന്ന് പറയുന്നത്. നമ്മൾ 10 AM എന്ന് പറയുമ്പോൾ ആ എയും എമ്മും എന്ന് ഉദ്ദേശിക്കുന്നതാണ് ആൻഡ് മെറീഡിയം എന്നുള്ളതാണ്. AM അർത്ഥം ബിഫോർ നൂൺ അല്ലെങ്കിൽ മോർണിംഗ്, അതായത് AM. ലാറ്റിൻ ആണ്. ഓഫ് ഫൈറ്റ് ഫ്രഞ്ച് ആണ്. എന്താണ്? വെൽ വേഴ്സ്ഡ് അല്ലെങ്കിൽ ആൻ എക്സ്പെർട്ട്, വളരെ സമർത്ഥനായിട്ടുള്ള. അതാണ് ഓഫ് ഫേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രഞ്ച് ആണ്. അടുത്ത ബെൻറ്റലെറോ സ്പാനിഷ് ആണ്. സ്പാനിഷ് ഫോർ വേർഡാണ് ബെൻറ്റലെറോ. എന്താണ് അർത്ഥം? എ ഡെക്കോയിറ്റ് ഓർ ബാൻഡിറ്റ്, കൊള്ളക്കാരൻ. ആണ് ബെൻറ്റലെറോ, സ്പാനിഷ് ആണ്. അടുത്ത ബെലഡോണ ഇറ്റാലിയൻ ആണ്. എന്താണ്? എ പ്രെറ്റി വുമൺ. അടുത്ത ബെറ്റനോയ ഫ്രഞ്ച് ആണ്. എന്താണ്? ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക്, വെറുപ്പുളവാക്കുന്ന എന്തെങ്കിലും വസ്തു ആണ് ബെറ്റനോയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൊണാഫിഡെ ലാറ്റിൻ ആണ്. ഇതർത്ഥം ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജനറൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജെന്യൂൻ, യഥാർത്ഥമായുള്ളത് അല്ലെങ്കിൽ നല്ല വിശ്വാസത്തിലുള്ളത്. അതാണ് ബൊണാഫിഡെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെന്യൂൻ എന്നൊക്കെ ആണ് അർത്ഥം. ഒറിജിനൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്നൊക്കെയാണ് ബൊണാഫിഡെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാറ്റിൻ ആണ്. അടുത്ത ബൊണ എൻഫന്റ് ഫ്രഞ്ച് ആണ്. എന്താണ്? എ ഗുഡ് ഫെലോ. അടുത്ത ബോൺ വോയജ് അതും ഫ്രഞ്ച് ആണ്. ആൻ എൻജോയബിൾ ജേർണി അല്ലെങ്കിൽ എസ്പെഷ്യലി എബ്രോഡ്, വിദേശത്തേക്കുള്ള എന്താണ് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ജേർണി, നമ്മൾ ബോൺ വോയേജ് എന്ന് പറയുന്നത്. അത് ഫ്രഞ്ച് ആണ്. കാഡ്രൻ എന്താണ്? ഫ്രഞ്ച് ആണ്. ഇതാ ഒഫീഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഓഫീസേഴ്സ്. കനാഡ് അതും ഫ്രഞ്ച് ആണ്. എന്താണ്? എ ഹോക്സ് ഓർ റൂമർ അല്ലെങ്കിൽ റൂമർ, അത് നമ്മൾ കനാഡ് എന്ന് പറയാം. ഫ്രഞ്ച് ഒറിജിൻ ആണ്. കാറ്റെ ബ്ലാൻഷെ അത് ഫ്രഞ്ച് ആണ്. എന്താണ് അർത്ഥം? എ ഫ്രീ ഹാൻഡ് അല്ലെങ്കിൽ ഫുൾ പവേഴ്സ്, ഫുൾ ഫ്രീഡം, പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ അധികാരം, അല്ലെങ്കിൽ സ്വതന്ത്രമായ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത് ആണ് കാർട്ടെ ബ്ലാൻഷെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രഞ്ച് ആണ്. അടുത്ത ചാർജ് ഡി സഫേഴ്സ് അത് ഫ്രഞ്ച് ആണ്. എന്താണ് അർത്ഥം? എ സബോർഡിനേറ്റ് ഡിപ്ലോമാറ്റ് ഓർ വൺ ഹു ആക്ട്സ് ആസ് ആൻ അംബാസഡർ, ഒരു അംബാസഡറായിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഡിപ്ലോമാറ്റായിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ ചാർജ് ഡി അഫയേഴ്സ് എന്ന് പറയുന്നു. ഫ്രഞ്ച് ആണ്. ദി കോമ്പറ്റ് റെൻഡു ഫ്രഞ്ച് ആണ്. എന്താണ്? എ റിപ്പോർട്ട് ഓർ റിവ്യൂ അല്ലെങ്കിൽ ആൻ അക്കൗണ്ട് റെൻഡഡ്, ഏതെങ്കിലും റിപ്പോർട്ടോ അല്ലെങ്കിൽ റിവ്യൂ അതിനെ നമ്മൾ കോംപ്റ്റ് റെൻഡു എന്ന് പറയുന്നു. ഫ്രഞ്ച് ആണ്. ദി കൺഫർ ലാറ്റിൻ ആണ്. എന്താണ്? കമ്പയർ. ദി കോർപ്പസ് ഡെലിഷി ലാറ്റിൻ ആണ്. എന്താണ്? ദ സബ്സ്റ്റൻസ് ഓഫ് ആൻ ഒഫൻസ് ആണ് കോർപ്പസ് ഡെലിഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി കൊറിജൻഡം ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? കറക്ഷൻ മെയ്ഡ് ഇൻ ബുക്ക് ആഫ്റ്റർ പ്രിന്റിംഗ്, പ്രിന്റിങ്ങിന് ശേഷം ഒരു ബുക്കിൽ വരുത്തുന്ന കറക്ഷൻ ആണ് നമ്മൾ കൊറിജൻഡം എന്ന് പറയുന്നത്. ലാറ്റിൻ ആണ്. അടുത്ത കോപ്റ്റിറ്റാറ്റ് ഫ്രഞ്ച് ആണ്. എന്താണ്? എ സ്വിഫ്റ്റ് സ്ട്രോക്ക് ഓർ പോളിസി അല്ലെങ്കിൽ ചേഞ്ച് ഗവൺമെന്റ് ബൈ റെബല്യൻ, റെബല്യനാൽ ഗവൺമെന്റിനെ മാറ്റുന്നതിന് നമ്മൾ കോപ്റ്റിറ്റാറ്റ് എന്ന് പറയുന്നു. കോപ്റ്റി ഗ്രേസ് എന്താണ്? അത് ഫ്രഞ്ച് ആണ്. എ ഡെത്ത് ബോ. അടുത്തത് കോപ്പ് ഡി മാൻ അതും ഫ്രഞ്ച് ആണ്. എന്ത്? എ ബോൾഡ് അറ്റംപ്റ്റ്. ക്യുസീൻ ഫ്രഞ്ച് ആണ്. എന്താണ്? ദ കൈൻഡ് ഓഫ് കുക്കിംഗ് ഓർ സ്പെഷ്യാലിറ്റി ഡിഷസ്, ഒരു തരം കുക്കിംഗ് അതാണ് ക്യുസീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷസ്. ഡിഫാക്ടോ എന്താണ്? ലാറ്റിൻ ആണ്. ഇൻഫാക്ട്, ഇൻ റിയാലിറ്റി, വാസ്തവത്തിൽ, യാഥാർത്ഥ്യത്തിൽ എന്നൊക്കെയാണ് ഡിഫാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജോ
ലാറ്റിൻ ആണ്. എന്താണ്? ഇൻ ലോ, റൈറ്റ്ഫുൾ, ലീഗലി, നിയമപരമായി ഡീജോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിനോവോ ലാറ്റിൻ ആണ്. എന്താണ്? എ ന്യൂ അല്ലെങ്കിൽ എഗൻ, ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ ആണ് ഡിനോവോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിട്രോപ്പ് ലാറ്റിൻ ആണ്. എന്താണ്? ടു മച്ച് അല്ലെങ്കിൽ സൂപ്പർഫ്ലസ് ഡിട്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എലൈറ്റ് എന്താണ്? ഫ്രഞ്ച് ആണ്. എന്താണ് അർത്ഥം? ദ ബെസ്റ്റ് അല്ലെങ്കിൽ സുപ്പീരിയർ. അടുത്ത് ഇമറിറ്റസ് ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? വൺ റിട്ടയർഡ് ഫ്രം ആക്റ്റീവ് സർവീസ്. ആക്റ്റീവ് സർവീസിൽ നിന്നും റിട്ടയർഡ് ചെയ്യപ്പെട്ട ആൾ എമറിറ്റസ് എന്ന് പറയുന്നത്. എൻ അറ്റൻഡന്റ് അത് ഫ്രഞ്ച് ആണ്. ഇൻ ദ മീൻ വൈൽ. അടുത്ത് എൻ ബ്ലോക്ക് അത് ഫ്രഞ്ച് ആണ്. എന്താണ്? ടേക്കൺ ഓൾ ടുഗദർ അല്ലെങ്കിൽ ഇൻ എ ബോഡി. ഇൻ എഫക്റ്റ് അത് ഫ്രഞ്ച് ആണ്. ഇൻ എഫക്റ്റ് അല്ലെങ്കിൽ റിയാലിറ്റി. എൻ മാസെ അതും ഫ്രഞ്ച് ആണ്. എന്താണ്? സെവറൽ പേഴ്സൺ അല്ലെങ്കിൽ ഇൻ ബോഡി. എൻ ട്രെയിൻ അതും ഫ്രഞ്ച് ആണ്. എന്താണ്? അണ്ടർ പ്രോഗ്രസ് ഓർ പ്രോസസ്. എസ്പിരിറ്റ് ഡി കോപ്സ് അതും ഫ്രഞ്ച് ആണ്. സ്പിരിറ്റ് ഓഫ് കോംറേഡ്ഷിപ്പ്. എക്സംപ്ലി ഗ്രേഷ്യ ഫോർ എക്സാമ്പിൾ. ഈ വേറെ എക്സംപ്ലി ഗ്രേഷ്യക്ക് അർത്ഥമുണ്ട്. എന്താണ്? ആൻ ആക്ട് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ പേയ്മെന്റ് മെയ്ഡ് ഇൻ ഫേവർ ഓർ ഫ്രീ. അതാണ് രണ്ടാമത്തെ അർത്ഥം. അതും ലാറ്റിൻ. ഇത് രണ്ടും ലാറ്റിൻ ആണ്. എക്സംപ്ലി ഗ്രേഷ്യ. എക്സ് ഗ്രേഷ്യ ലാറ്റിൻ. എന്താണ്? ബൈ വെർച്യൂ ഓഫ് ഹിസ് ഓഫീസ് ഓർ പോസ്റ്റ്. എക്സ് പാർട്ടി അത് ലാറ്റിൻ ആണ്. എന്താണ്? വൺ സൈഡഡ് ജഡ്ജ്മെന്റ്. എക്സ് പോസ്റ്റ് ഫാക്ടോ അത് ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ആഫ്റ്റർ എ ഹാപ്പനിങ് അല്ലെങ്കിൽ റെസ്ട്രോസ്പെക്റ്റീവ്ലി. എക്സ്റ്റംപോർ ലാറ്റിൻ ആണ്. വിത്തൗട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എസ്പെഷ്യലി എ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ. നമ്മൾ പ്രിപ്പറേഷൻ കൂടാതെ നമ്മൾ സ്പീച്ച് നടത്തുന്നത് നമ്മൾ എക്സ്റ്റംപോ എന്ന് പറയും. ഫാസ്റ്റ് സിമിലി എന്താണ്? എ പെർഫെക്റ്റ് കോപ്പി ലാറ്റിൻ ആണ്. ഫെയ്റ്റ് അക്കംപ്ലി അത് ഫ്രഞ്ച് ആണ്. എന്താണ്? എ തിങ് ഡൺ, എ വർക്ക് ഷ്യൂർലി ഡൺ. ഫാക്സ് പാസ് അത് ഫ്രഞ്ച് ആണ്. എന്താണ് അർത്ഥം? എ ഫാൾസ് സ്റ്റെപ്പ് ഓർ സോഷ്യൽ ബ്ലണ്ടർ. വിഡ്ഢിത്തം, ബ്ലണ്ടർ പറയുക ആണ് ഫാക്സ് പാസ്. ഫെസ്റ്റിന ലെൻഡെ അത് ലാറ്റിൻ ആണ്. മേക്ക് ഹേഴ്സ് സ്ലോലി അല്ലെങ്കിൽ കെയർഫുൾ. ഗ്രാറ്റീസ് ലാറ്റിൻ ആണ്. എന്താണ്? ഫ്രീ ഓഫ് ചാർജ്. ഹൊണറിസ് കൗസ ലാറ്റിൻ ആണ്. എന്താണ്? ഓണററി. അടുത്തത് ഇബിഡൻ അല്ലെങ്കിൽ ഇബിഡ് ലാറ്റിൻ ആണ്. എന്താ അർത്ഥം? ഇൻ ദ സെയിം പ്ലേസ് അല്ലെങ്കിൽ യൂസ്ഡ് ഫോർ സബ്സിക്വന്റ് റെഫറൻസസ് ടു ദ സെയിം പ്ലേസ്. അതാണ് ഇബിഡ്. ഇഡം എന്ന് പറയുമ്പോൾ എന്താണ്? ലാറ്റിൻ ആണ്. അത് അർത്ഥം ദ സെയിം എന്നാണ്. ഇനി ഇൻ അറ്റേർണൽ ലാറ്റിൻ ആണ്. എന്താണ്? എറ്റേണൽ ഓർ ഫോർ എവർ. എന്നേക്കുമായിട്ടുള്ളൂ, എറ്റേണൽ ആയിട്ടുള്ളൂ, അനന്തമായിട്ടുള്ളൂ ആണ് ഇൻ അറ്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് ഇൻ ഇനിഷ്യോ ലാറ്റിൻ ആണ്. ഇൻ ദ ബിഗിനിങ്. അടുത്ത് ഇൻ സ്റ്റാറ്റസ് കോ എന്താണ്? ഇൻ ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ലാറ്റിൻ ആണ്. ഇന്റർ ആലിയ ലാറ്റിൻ ആണ്. എമോങ് അതർ തിങ്സ്. ഇൻ ടോട്ടോ അതും ലാറ്റിൻ ആണ്. അർത്ഥം കംപ്ലീറ്റ്ലി ഓർ എൻറ്റയർലി. അടുത്ത് ഇപ്സോ ഫാക്ടോ ലാറ്റിൻ ആണ്. ഇതർത്ഥം ഇൻഫാക്ട് അല്ലെങ്കിൽ വെർച്വലി അല്ലെങ്കിൽ റിയലി, വാസ്തവത്തിൽ, യാഥാർത്ഥ്യത്തിൽ. ഇപ്സോ ജ്വർ ലാറ്റിൻ ആണ്. എന്താണ്? ബൈ ദ ലോ. അടുത്തത്
ജുർ ഹ്യൂമാനോ ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? ബൈ മാൻസ് ലോ. അടുത്ത് ലക്വുന ലാറ്റിൻ ആണ്. എന്താണ്? എ ഗ്യാപ്പ് അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്. ലൈസസ് ഫെയർ ഫ്രഞ്ച് ആണ്. എന്താണ് അർത്ഥം? കംപ്ലീറ്റ് ഫ്രീഡം. ലോക്കസ് സ്റ്റാൻഡി ലാറ്റിൻ ആണ്. എന്താണ്? എ പ്ലേസ് ഫോർ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ദ റൈറ്റ് ടു അപ്പിയർ ബിഫോർ എ കോർട്ട് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ എ പ്രോസസ്. ഇനി മൻഡാമസ് ലാറ്റിൻ ആണ്. എന്തായിരിക്കും? എ റിറ്റ് ഇഷ്യൂഡ് ബൈ എ ഹയർ കോർട്ട് ടു എ സബോർഡിനേറ്റ്. ഇത് മെറ്റീരിയ മെഡിക്ക ലാറ്റിൻ ആണ്. എന്താണ്? മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മെഡിസിൻ. ഇൻ കറന്റ് യൂസ് ഫാർമക്കോളജി ഈസ് ഇൻക്ലൂഡഡ്. മെഡിസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മെറ്റീരിയൽ അത് നമ്മൾ മെറ്റീരിയ മെഡിക്ക എന്ന് പറയും. ഈ മാറ്റ്നി എന്താണ്? ഫ്രഞ്ച്. ആൻ ആഫ്റ്റർനൂൺ പെർഫോമൻസ് യൂഷ്വലി സിനിമ ആർട്ടിസ്റ്റ്. മീ ജുഡീസ് ലാറ്റിൻ ആണ്. എന്താണ്? ഇൻ മൈ ഒപ്പീനിയൻ. മീ ജുഡീസ് പറയുമ്പോൾ ഇൻ മൈ ഒപ്പീനിയൻ എന്നാണ് അർത്ഥം. ഈ മെമ്മറാബിലിയ ലാറ്റിൻ ആണ്. തിങ്സ് ടു ബി റിമെമ്പേർഡ്. ഇവിടെ ഇ ഡി എന്നുണ്ട് കേട്ടോ. റിമെമ്പേർഡ് ഇ ഡി. മോഡസ് ഓപ്പറാൻഡി അത് നമുക്കറിയാം ലാറ്റിൻ ആണ്. എ മെത്തേഡ് ഓഫ് ഡൂയിങ് സംതിങ് ഓർ ഓപ്പറേറ്റിംഗ്. നൊട്ടാബിൻ എന്താണ്? നോട്ട് ബിലോ. അടുത്തത് ഒബിറ്റർ ഡിക്റ്റം ലാറ്റിൻ ആണ്. ആൻ ഒപ്പീനിയൻ given by a judge in a court but not a verdict. ഒരു കോർട്ടിൽ ഒരു ജഡ്ജ് പറയുന്ന അഭിപ്രായം, പക്ഷെ അത് എന്തിനകത്ത് കാണില്ല? വിധി പകർപ്പിൽ അല്ലെങ്കിൽ വിധിയിൽ കാണില്ല. അങ്ങനെ പറയുന്ന ഒരു കമന്റിനെ അല്ലെ ഒപ്പീനിയനെയാണ് നമ്മൾ ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുന്നത്. ലാറ്റിൻ ആണ്. ഈ പാർ എക്സലൻസ് ഫ്രഞ്ച് ആണ്. എന്താണ്? എക്സ്ട്രാ എക്സലൻസ് അല്ലെങ്കിൽ പ്രീ എമിനന്റ്. ഈ പാർ എക്സാമ്പിൾ എന്താണ്? ഫ്രഞ്ച് ആണ്. ഫോർ എക്സാമ്പിൾ. പരി പസു ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? വിത്ത് ഈക്വൽ സ്പേസ് അല്ലെങ്കിൽ ടുഗദർ. പെർ ആന്വം ലാറ്റിൻ ആണ്. പെർ ഇയർ അല്ലെങ്കിൽ ആനുവലി. പെർ ക്യാപിറ്റ ലാറ്റിൻ ആണ്. എന്താണ്? പെർ പേഴ്സൺ. പെർ മെൻസം ലാറ്റിൻ ആണ്. എന്താണ്? പെർ മന്ത്. പെർ ഡിയം ലാറ്റിൻ ആണ്. എന്താണ്? പെർ ഡേ അല്ലെങ്കിൽ ബൈ ദ ബൈ. പേഴ്സോണ ഗ്രാറ്റ ലാറ്റിൻ ആണ്. എന്താണ് അർത്ഥം? എ വെൽക്കം ഗസ്റ്റ്. ഇനി പോസ്റ്റ് മെറീഡിയം ആണ്. പി എം ലാറ്റിൻ ആഫ്റ്റർനൂൺ. പി എം ആണ് പോസ്റ്റ് മെറീഡിയം. ഇനി പോസ്റ്റ് മോർട്ടം അത് നമുക്കറിയാം ലാറ്റിൻ ആൻ എക്സാമിനേഷൻ ഓഫ് എ ഡെഡ് ബോഡി ടു ഫൈൻഡ് കാസ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ ഡെത്ത്. പ്രൈമ ഫേസി ലാറ്റിൻ ആണ്. എന്താണ്? അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെങ്കിൽ എ കേസ് ദാറ്റ് കാൾസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. പ്രോ റാറ്റ ലാറ്റിൻ ആണ്. ഇൻ പ്രൊപ്പോർഷൻ. ഇനി അടുത്തത് റെസ്പോണ്ടസ് സിൽവസ് പ്ലേറ്റ് എന്താണ്? ഫ്രഞ്ച് ആണ്. റിപ്ലൈ ഇഫ് യു പ്ലീസ് അല്ലെങ്കിൽ RSVP. അടുത്ത് റെസ് ജുഡിക്കാറ്റ എന്താണ്? ഇൻ ലോ അല്ലെങ്കിൽ ഓൾറെഡി ഡിസൈഡഡ്. അടുത്ത് റെസ്യൂമെ എന്താണ്? ഫ്രഞ്ച് ആണ്. അത് അർത്ഥം എ സമ്മറി. സിനിഡി ലാറ്റിൻ ആണ്. എന്താണ്? ഇൻഡെഫിനിറ്റ്ലി. അടുത്ത് സോബ്രിക്വറ്റ് ലാറ്റിൻ ആണ്. എന്ത്? എ നിക് നെയിം. സ്റ്റാറ്റസ് കോ നമ്മൾ കണ്ടതാണ് ലാറ്റിൻ ആണ്. എന്താണ്? ആസ് തിങ്സ് വേർ ബിഫോർ. സ്റ്റെറ്റ് ലാറ്റിൻ ആണ്. ലെറ്റ് ഇറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ an instruction to the printer or typist. അടുത്ത സബ്ജുഡീസ് ലാറ്റിൻ ആണ്. പെൻഡിങ് അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. അടുത്തത് ഫ്രഞ്ച് ആണ്. പ്രൈവറ്റ് ഓർ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. ടോട്ട് എ കോപ്പ് സഡൻലി അത് ഫ്രഞ്ച് ഒറിജിൻ ആണ്. അൾട്ടിമോ ലാറ്റിൻ ആണ്. ലാസ്റ്റ് മന്ത്. അൾട്രാവയർസ് ലാറ്റിൻ ആണ്. ബിയോണ്ട് ദ പവേഴ്സ് പൊസസ്ഡ് അല്ലെങ്കിൽ നോട്ട് വാലിഡ്. വേർഡ് മെക്കാം ലാറ്റിൻ ആണ്. എന്താണ്? എ കോൺസ്റ്റന്റ്ലി കൺസൾട്ടഡ് എയ്ഡ് ഓഫൺ എ ഹാൻഡ് ബുക്ക്. ഇനി അടുത്ത വേഴ്സസ് എന്താണ്? എഗൻസ്റ്റ്
വയാ മീഡിയ ലാറ്റിനാണ് എ മിഡിൽ കോഴ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ. വൈസ് വേഴ്സ ലാറ്റിനാണ് ദ ഓർഡർ ബി റിവേഴ്സ്ഡ്. വിസാവിസ് എന്താണ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ്, ഫ്രഞ്ചാണ്. വൈവ വോക്ക ലാറ്റിനാണ് ഓറൽ എക്സാമിനേഷൻ. അങ്ങനെ 110 NCERT, SCERT ഫോറിൻ വേർഡ് അല്ലെങ്കിൽ ഫോറിൻ പ്ലേസസ് ആണ് നമ്മുടെ ക്ലാസ് നോക്കിയത്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. മനസ്സിലാക്കി ഉദ്ദേശിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.